അതങ്ങ് തിന്നാൻ വയ്യും. രാവിലത്തെ ലഹളയൊക്കെ കഴിഞ്ഞോ? അപ്പം ഇന്നലെ രാത്രി ഇപ്പം എല്ലാം വെട്ടിക്കഴുകി ഇങ്ങനെ ചെറിയ സ്ലൈസ് ആക്കി എടുത്തേ. അന്നേരം ചോറും കറിയും വെച്ചില്ലെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണ്ട. ചോറ് എടാ അത് അങ്ങനെ ഇട്ട് അതിന് ടേസ്റ്റ് ഇങ്ങനെ അറിയുമെടാ. മീൻ കുറച്ച് വറുത്ത്. കോഫി ഉഷാറാവും. ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നോ? ഇവിടെ ഞങ്ങൾ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാനൊരു മിനിറ്റ് നെറ്റ് അങ്ങ് ഓഫാക്കിയത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുമ്പോൾ കിണി അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്നത്തെ ദിവസം ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒത്തിരി പേര് വിഷ് ചെയ്ത് സന്തോഷമുണ്ട്. ഞാൻ ഡാഡിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ഡാഡി നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞ് ഒരു ചെറിയ ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. എന്നാൽ ഡാഡി അവിടെ കിടക്കുമായിരുന്നു. നിങ്ങൾ ചിന്തിക്കല് ഞാൻ ഒന്ന് എണീറ്റ് പറഞ്ഞില്ലല്ലോ. ഡാഡി ഇത്ര നേരം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ചെന്ന് എല്ലാവരുടെയും കമൻസ് കണ്ടിട്ട് ഞാൻ ചെന്ന് പറയണേ, ഞാൻ പറയും എണീക്കണ്ട, കിടന്നങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ എന്താ എല്ലാവരും ചോദിച്ചു എന്താ സ്പെഷ്യൽ ഇന്നെന്ന്. ഇന്ന് വീട്ടിൽ ഇന്ന് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല. എല്ലാ പ്രാവശ്യവും എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ വീട്ടിൽ എൻ്റെ കൈ കൊണ്ടായിരുന്നു ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞ് റീച്ചാൻ പറയാം, നമുക്കിന്ന് റീച്ചാൻ്റെ ഓഫീസിൻ്റെ അടുത്ത് കണ്ടൊരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിക്കും പറഞ്ഞാൽ എന്നാൽ ശരി വിജിക്ക് ഇന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും സാരമില്ല, പിന്നെ ഒരു കേക്ക് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവന്മാർ കേക്കെന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെന്നറിഞ്ഞാൽ ഇവന്മാർ ഒട്ടനെ കേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രൈസമ്മോൻ്റെ പുഷപ്പ് ഇന്നലെ കണ്ടിട്ട് അജിതേച്ചി ചോദിച്ച്, നമ്മുടെ അജിത വെറൈറ്റിയിൽ ചേച്ചി ചോദിച്ചു ഇങ്ങനെ എക്സർസൈസ് ചെയ്യാറൊക്കെ ആയോ, അതിനുള്ള ആളുണ്ടോ, അങ്ങനെ കണ്ടെന്നത് കമൻറ്റ് ചോദിച്ചേ. അവൻ വെറുതെ ചുമ്മാ തമാശക്കിരുന്ന് കാണിക്കുന്നതാണേ, അല്ലാതെ സീരിയസ് ആയിട്ടൊന്നുമല്ല. കൊച്ചുങ്ങളുടെ കാര്യമല്ലേ. പിന്നെ ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത കാരണം രാവിലെ ഈ വീഡിയോയിൽ ഇന്നത്തെ ദിവസമല്ല, ഈ വീഡിയോ ഇടുന്ന ദിവസം രാവിലെ ആള് പപ്പാടയിൽ നിന്ന് മൊബൈൽ എടുത്ത് കളിക്കാൻ തോറ്റുപോയതിന് ഭയങ്കര മൂഷാട്ടയായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ചാടി വന്ന് എൻ്റെ മൊബൈലൊക്കെ പിടിച്ച് പറിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് ഞാനിപ്പോൾ പിച്ച് ഞാൻ എല്ലാവരെയും കാണിക്കും, വീഡിയോ എടുക്കുന്നതിനെ നോക്കിക്കോണേ ഈ പാവം കുഞ്ഞിൻ്റെ മൂഷാട്ട. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ പുതിയ ഒത്തിരിയും പേര് കമൻസ് ഇടുന്നു, അതിന് ഒത്തിരി നന്ദിയുണ്ട്. ചിലരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പം ഒരു സിഗ്നലൊക്കെ തന്നിട്ടങ്ങ് പോവും. അതെന്താ, വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലയോ? നിങ്ങളാണേ എൻ്റെ താങ്ങും തണലും. നിങ്ങൾ ഒരു എന്തുവാ പറയുന്നത്, ഒരു ലവ് ചിഹ്നം അതൊക്കെ ഇട്ടിട്ടോ ഞാൻ ചിന്തിക്കുമോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് പോണേ. ഓക്കെ, പിന്നെ എന്താ, പിന്നൊന്നുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ഞങ്ങൾ വെളിയിൽ പോയി. അന്നേരം ഇന്നത്തെ വെളിയിൽ പോകുന്ന കാര്യം നാളെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അതങ്ങ് തിന്നാൻ വയ്യും. അതൊക്കെ തിന്നു കഴിച്ചാ റൈസൻ, നിന്റെ കയ്യിലെന്തോ പപ്പ തന്നത് കഴിക്കാൻ. നിനക്ക് പാവം ഇതും വേണ്ടെങ്കിൽ അതേലും എടുത്ത് കഴിക്കൂ. നിനക്ക് കിട്ടിയില്ലോടാ? അപ്പോൾ ഒരാൾ ഒരുങ്ങിയിട്ട് പോകാറായി ഓഫീസിൽ. അതിനു മുമ്പിട്ട് വീണ്ടും ചായ കുടിക്കാൻ വന്നിയാ. അപ്പോൾ ചായ എടുക്കുന്നുണ്ടേ ഡാഡിക്കും കൊണ്ട് കൊടുക്കും. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്ന് മധുരം ഇട്ടാന്നോ ചായ കുടിക്കുന്നതെന്ന്.
അത്രയും ചായക്ക് ഞാൻ ഒരു സ്പൂൺ മധുരം ഇടും. ജസ്റ്റ് ഒരു ചെറിയ മധുരം പോലെ കാണും. അതാ എല്ലാവരും കുടിക്കുന്നത്. അല്ലാതെ ഡാഡിക്കാണെങ്കിലും ഒരു ഇച്ചിരി മധുരം വേണം. അതുകൊണ്ട് അത്രയും ചരുവത്തിലുള്ള ആ ചായക്ക് ഒരു സ്പൂൺ മധുരം ഇടും. ഇതിപ്പം ഡാഡിയുടെ ബർത്ത്ഡേയുടെ തലേന്നത്തെ വീഡിയോ ആയിരുന്നേ. അപ്പം ഞങ്ങൾ നാളത്തെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഞാൻ റേച്ചാൻ പറഞ്ഞു ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആക്കാമെന്ന്. ലൈറ്റ് ഇട്ടില്ല. പ്രൈസ് എണീറ്റേ ഒന്ന്. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് നാളെ ഡാഡിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലൊരു കല്യാണം കല്യാണം കഴിഞ്ഞ് ഡിസംബറിലെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നേപ്പാളി പിള്ളേരായിരുന്നു. അവരെ വിളിച്ച് വിരുന്തോറ് ഇതുവരെ കൊടുത്തില്ല. അതുകൂടെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. എന്നാൽ റീച്ചാൻ പറഞ്ഞു വേണ്ട, അത് വേറൊരു ദിവസം ഒന്നാക്ക്. നമുക്ക് ഇപ്രാവശ്യത്തെ ഞാൻ തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാധനങ്ങളൊക്കെ എനിക്ക് നേരത്തെ കൊണ്ടുതരണം. ഇത്രയും പേർക്കുള്ളത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നേരത്തെ എല്ലാം ഒന്ന് അരിഞ്ഞും പറക്കിയൊക്കെ വെച്ചാൽ അത്രയും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലേ. അന്നേരം വെച്ചാൽ പറഞ്ഞു എന്നാൽ ഡാഡിയുടെ കാര്യം നമുക്ക് നാളെ വിരുന്തോറാനായിട്ട് നിൽക്കണ്ട, നമുക്ക് ഡാഡിയുടെ ഇത് നമുക്ക് വെളിയിൽ നിന്ന് ഇപ്രാവശ്യം വെളിയിൽ നിന്നാവട്ടെന്ന്. അപ്പോൾ ഇവിടെ പോൾ മോൻ ഒരു മ്യൂസിക് ഇട്ടിട്ടായിരുന്നു എഴുതാനുള്ളത്. അന്നേരം പെട്ടെന്ന് ഫാസ്റ്റ് എഴുതും. ഒരു ട്യൂണ് മ്യൂസിക് ഇട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ടൈമൊക്കെ ഉണ്ടെന്ന്, ഇത്ര സമയമാകുമ്പോൾ അത് തന്നെത്താൻ നിൽക്കും. അതനുസരിച്ച് അവൻ സ്പീഡിൽ എഴുതും. അപ്പോൾ ഇവിടെ രാവിലെ പാവും മുട്ടയും പൊരിച്ചതൂടായിരുന്നു. അത് പ്രൈസമോന് വേണ്ടായിരുന്നു. അങ്ങനെ ഒരു ഏത്തയ്ക്ക എല്ലാവർക്കും കൊടുത്ത്. അപ്പോൾ ഏത്തയ്ക്ക കൊടുത്ത ഉടനെ പോൾമോന് വേണ്ട. അവൻ ചില സമയത്ത് തിന്നും, ചില സമയത്ത് കഴിക്കത്തില്ല. അപ്പോൾ റേച്ചാനും അങ്ങനെ തിന്നാറില്ല. ഒരെണ്ണം എടുത്ത് തിന്നിട്ട് ഒരു കടി കഴിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക വേണോ എന്നാ കഴിച്ചോന്ന്. ഞാൻ പറഞ്ഞു ആ ഒരെണ്ണം പോലും തിന്നാൻ പറഞ്ഞു. അപ്പോൾ പ്രൈസൻ അവിടെ കൊടുത്തത് അവിടെ വെച്ചേക്കുന്നേ ഉള്ളൂ. അവനവിടെ ഗെയിം കളിയാണ്. നിങ്ങളിനി നോക്കിക്കോണേ അവൻ്റെ ബഹളം, അവൻ തോറ്റതിൻ്റെ. ഞാൻ പറഞ്ഞു ആൻറ്റിമാരെല്ലാം കാണിക്കുമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നതനുസരിച്ച് അവൻ ഓരോരുത്തടുത്ത് പോയി ഒളിച്ചിരിക്കുക. ഇവിടെ നാട്ടിലാണെങ്കിൽ ഒളിക്കാൻ മുറ്റത്തേട്ടയിൽ ഓടാന്ന് പറയും. ഇതിൻ്റെ അകത്ത് ഈ വട്ടം മുറിക്കകത്ത് ഇവിടെ എവിടെ കിടന്ന് ഒളിക്കാനാ. അപ്പം ഞാൻ കഴിക്കാൻ എടുത്തോണ്ട് വന്നിയാൽ ഇങ്ങനെ ഈ പാവിൻ്റെ അകത്ത് മുട്ട പൊരിച്ചത് വെക്കും. ടൊമാറ്റോ സോസും മയോണൈസൊക്കെ അകത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, കുറേ കൂടെ ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാനത് ചെയ്തില്ലേ. ഞാൻ ഇതിൽ പച്ചമുളക് കൂടെ ചേർത്താൽ നല്ല. ഞാൻ പക്ഷെ കൊച്ചിനായതുകൊണ്ട് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അവനിന്ന് ഞാൻ ക്യാൻറ്റീനത്തേക്കിനും പൈസ കൊടുത്തിട്ടുണ്ട്. ബൈ ചാൻസി അവൻ മറക്കുമോ എന്തോ ചെയ്താലെന്നും പറഞ്ഞ് ഒരെണ്ണം വെറുതെ ഉണ്ടാക്കി കൊടുക്കുക. പ്രൈസൻ ഇങ്ങോട്ട് വന്നേ. എളുപ്പം വാ, നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നേ. ആ പൈസ എവിടെ വെച്ച്? ബാഗിലല്ല, പെൻസിൽ ബോക്സിന്റെ അകത്തങ്ങനെ വെക്കും. നീ മറന്നുപോയാലോ? അമ്മ ഇത് വെറുതെ തന്നു വിടുക. നീ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോണം കേട്ടോ. ഇതും കഴിക്കുക കേട്ടോ. അഥവാ ഇത് കഴിച്ചില്ലെങ്കിൽ ബസ്സിൽ കഴിച്ചാൽ അന്നത്തെ കൂട്ട് പിന്നെ കരയേണ്ടി വരും. അങ്ങനെ ഞാൻ ഈ ഒരു മുട്ട നമുക്ക് 2 പാവിലത്തേക്കിന് യൂസ് ചെയ്യാൻ 2 പീസാക്കിയിട്ടേ. അങ്ങനെ ഞാനത് പാവിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ആ പാവ് ഞാൻ പിന്നെ തവയിൽ വെച്ചിട്ട് ഒന്നീ ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തേക്കുവാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് കിട്ടും. ഞാനപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ് മാത്രമേ തേച്ചുള്ളൂ. അവന് മയോണൈസ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് തിരിച്ചും മറിച്ചുമൊക്കെ ഇത്തിരി മുകളിൽ ഞാൻ ഇച്ചിരി നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ബട്ടറാണെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കുറേയും കൂടെ. അപ്പോൾ അവന് ഈ ഒരെണ്ണം മതി. രാവിലത്തെ ലഹളയൊക്കെ കഴിഞ്ഞോ? രാവിലത്തെ ലഹളയൊക്കെ കഴിഞ്ഞോ? ഗെയിം കളിച്ചത് തോറ്റിയിട്ട് കിടന്ന് ചാടിയത്. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സഞ്ചി ഇന്നലെ മീൻ കൊണ്ടുവന്ന സഞ്ചി ഞാൻ കഴുകി അവിടെ വെള്ളം പാലാൻ മേളിലോട്ട് വെച്ചാൽ വെളിയിലായിരുന്നു ഇടുന്നത്, മറന്നുപോയി. രാവിലെ എല്ലാവരെയും ഒന്ന് ഒതുക്കി എല്ലാം വിടുമ്പോഴത്തേക്കിന് ഒരു രാവിലെ നല്ല നമുക്കൊരു പാക്കേജാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ മീൻ കഴുകി വെള്ളം വാലാനായിട്ട് ഇച്ചിരി വെള്ളം വാലാനായിട്ട് ഞാൻ മേളിലോട്ട്
ക്ലിപ്പ് കുത്തിയിട്ടേ, പിന്നെ സഞ്ചി അവിടെ കിടന്നങ്ങ് ഉണങ്ങി. അപ്പം ഞാൻ ഇച്ചിരി എൻ്റെ ബോട്ടിലെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇനി അതെല്ലാം ഒന്ന് കഴുകി ബോട്ടിലുകളിൽ വെള്ളം നിറയ്ക്കണം, പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണം. അവനങ്ങ് വെളിയിൽ പോകുന്നില്ലല്ലോ. അപ്പൊ ഇന്നലെ രാത്രി റൈജാൻ ഇച്ചിരി മീൻ വാങ്ങിച്ചോണ്ട് വന്നു. ഇത് കേരച്ചൂരയാ. റൈജാൻ അങ്ങനെ മീനൊന്നും നോക്കി വാങ്ങിക്കാൻ അറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വീഡിയോ കോൾ ചെയ്താലും നമുക്ക് അത്ര നല്ലതായിട്ടൊന്നും ഫ്രഷാണെന്നൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ ഒരു രൂപം മനസ്സിലാവും, അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാം എന്തു വന്നേലും മീനില്ലായിരുന്നല്ലേ, ഇപ്പം മീനും കിട്ടാൻ പ്രയാസമില്ല. ഞാൻ പറയാം എന്തു വന്നേലും വാങ്ങിയത്. അപ്പോൾ ഈ ഒരെണ്ണം അങ്ങനെ തല ഇതെല്ലാം ഇങ്ങനെ മുറിച്ചുകൊണ്ട് വന്നു. ഞാൻ പറയാം ക്ലീൻ ചെയ്യിപ്പിക്കേണ്ടെന്ന്. 200 രൂപ. ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പം ഇതത്ര വലിയ വിലയായിട്ടൊന്നും തോന്നുന്നില്ല, കാരണം മീനില്ലല്ലോ ഇപ്പം. ഞാൻ അതൊന്ന് വെട്ടി എടുക്കട്ടെ. അപ്പം അതിങ്ങനെ വാല്, നടു, തല അങ്ങനെ മുറിച്ചുകൊണ്ട് വന്നേ. അപ്പം ഞാനതൊന്ന് ഞാൻ പറയും രാവിലെ ഞാനെടുത്ത് വെളിയിലിട്ടതാണ്. അപ്പോൾ ഐസൊക്കെ ഇത്തിരി ഒന്ന് പോയി, അങ്ങ് ലൂസായി അത്. അപ്പം ഞാൻ ഇച്ചിരി പുളിയും പുളിവെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കൈ തെന്നുന്ന സമയത്ത് പുളിയും പുളിവെള്ളമല്ല, പുളി പിഴിഞ്ഞ കഴുകിയ വെള്ളം. അപ്പോൾ അതിലിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കൈ തൊടുവോ ഉപ്പിൻ്റെ അകത്ത് തൊടുവോ ചെയ്യുമ്പം ഇങ്ങനെ സ്ലിപ്പാവത്തില്ല. അങ്ങനെ ഞാൻ ഇതൊന്ന് ഇച്ചിരി ഒന്ന് മാംസത്തിൽ തൊലിക്കകത്ത് പോയി ഇച്ചിരി ആ പള്ളയുടെ അവിടം അതെന്നേരം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിങ്ങ് എടുക്കും. അപ്പം ഞാൻ ഈ ചൂര, ഇല ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന വിധം വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കുറേ പേർക്ക് പ്രയോജനമായിട്ടുണ്ട്. നമ്മൾ സാധാ നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഉള്ള വീട്ടമ്മമാർക്കൊക്കെ ഇത് വെറും നിസ്സാരം ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ പഠിച്ചു വരുന്ന പിള്ളേർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടവർ എല്ലാം പഠിക്കുന്നത്. ഇപ്പം യൂട്യൂബ് നോക്കിയാലെല്ലാം അറിയാമല്ലോ, പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പം. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. വാലിങ്ങനെ ഒന്ന് കണ്ടിച്ചെടുത്തു. അപ്പം നല്ല വെള്ളച്ചൂരയായിരുന്നു, അധികം അങ്ങനെ കറുപ്പൊന്നും ഇല്ലായിരുന്നു, ഒരു നഷ്ടമില്ലായിരുന്നു. കറി വെച്ചിട്ട് നല്ല ഫ്രഷായിരുന്നു. അപ്പം നടുവശം ഇതാ. ചിലപ്പം നിങ്ങൾ ആദ്യം കണ്ടില്ലേ ഞാൻ തൊലി ഇരിച്ചു ചെയ്തേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. എങ്ങനെ ആ നടുവിൻ്റെ ആ മുരുത്തങ്ങ് കണ്ടിച്ച് കളഞ്ഞിട്ട് ആ നടുക്കത്തെ മുള്ളിൻ്റെ മേളുവശം വെച്ച് ഇങ്ങനെ കണ്ടിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ പീസാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇത് ആണായിരുന്നെന്ന് തോന്നുന്നു, മുട്ടയൊന്നും. അതോ ഇനി തല ചിലപ്പം വെട്ടിയുണ്ടെങ്കിൽ അവരെടുത്ത് കളഞ്ഞു കാണും. ആ ശരി, അവർ തന്നെ എടുത്ത് കളഞ്ഞു കാണും. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിക്കും, അല്ലെങ്കിൽ കണ്ടോണേ എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഒന്ന് വേണമെങ്കിൽ സ്കിന്ന് പിടിച്ചിട്ട് വേണമെങ്കിൽ ചെത്താം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പീസ് എങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നടുക്കൂന്ന് ഇങ്ങനെ കണ്ടിച്ചിട്ട് ആ വിരലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ കണ്ടിച്ചാൽ മതി. കണ്ടോ? അപ്പം നല്ല പീസായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ആ സ്കിന്നിങ്ങനെ മറ്റേ വശവും അതുപോലെ ഒന്ന് കണ്ടിച്ചെടുക്കാം. ഇപ്പം എല്ലാം വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട്. പറ്റി കുറച്ച് നേരമായി എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട്. അപ്പോൾ ഐസ് അങ്ങ് മൊത്തത്തിൽ പോയി. ഇത്തിരി ഐസോടുകൂടി വെട്ടുവാണെങ്കിൽ നമുക്ക് ഒട്ട് സ്കിന്നൊക്കെ പോകാതെടുക്കാം. പക്ഷേ മീൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഐസ് അങ്ങ് പോയതുകൊണ്ട് പനലൊന്നും ആയില്ല, അല പോലെ ഒന്നും ആയില്ല, ഒരു ഇച്ചിരി സ്കിൻ പോയി. അപ്പോൾ കുറച്ചെടുത്തൊന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ സ്ലൈസ് ആക്കി എടുത്തേ, അന്നേരം പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അല്ലാതെ ഈ കട്ടിക്ക് നമ്മൾ വറക്കുവാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അതിനെ ഇച്ചിരി നീളമാണേലും സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്താ പറയാ എന്താ ഇപ്പം ചെയ്യുക കൃപയെന്നല്ലാതെ. ഇനി ആ മീൻ വെട്ടിയോടെ എല്ലാം ഒന്ന് കഴുകിയെടുക്കണം. പക്ഷേ എന്നോട് പലരും പറഞ്ഞ് ഇങ്ങനെ ചട്ടിക്കകത്ത് സോപ്പിട്ട് കഴുകല്ലേന്ന്. ഞാനങ്ങ് മറന്നുപോയി, ഞാൻ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം ഞാൻ സോപ്പെടുത്തി പലകയൊക്കെ നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് എടുത്തോണ്ടേ ഇതുകൂടെ അങ്ങ് അറിയാതെ ഓട്ടോമാറ്റിക്കലി പോയി.
ഞാൻ നന്നായി ഈ കാത്ത തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാനപ്പം ഈ നമ്മുടെ ഈ സിങ്കും ബാക്കി തറയെല്ലാം പാത്രം കഴുകാനായിട്ട് ഈ കാത്ത എടുക്കും, അത് മുകളിൽ വെച്ചേക്കും. അല്ലാതെ സിങ്കൊക്കെ കഴുകാൻ വേറെ കാത്തയാണ്. അപ്പോൾ ഇതൊന്ന് അതൊരിച്ചിരി കരിഞ്ഞിരിക്കുന്ന എന്ത് വന്നോ, ഞാൻ ഇന്നാളിൽ ഇങ്ങനെ ഇതുപോലെ കഴുകിയിട്ട് ഗ്യാസിൻ്റെ അവിടെ ഇങ്ങനെ ചാരി വെച്ച് അങ്ങനെ തീ കയറി പിടിച്ചതാണ് ഇച്ചിരി. എല്ലാം എൻ്റെ അശ്രദ്ധ കൊണ്ട് ആ കമത്തി വെച്ചേക്കുന്ന ഡബ്ബ ഇതുപോലെ ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് അത് ഉരുകി, ഒരു ബ്ലൂ ഉരുകി, നല്ല കട്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് ഇതാണ് ഞാനെടുത്ത് സിങ്കിൻ്റെ ഇവിടെയൊക്കെ കഴുകുന്ന കാത്ത. ഞാൻ ഈ ജാലിക്കകത്തുള്ള വേസ്റ്റ് ഞാൻ ഈ മീനിൻ്റെ കച്ചട ഇടുന്ന ആ വേസ്റ്റിൻ്റെ അകത്ത് ഇടും. കച്ചട ബക്കറ്റ് ഇട്ടാൽ ഒരു പീസ് വീണാൽ അത് ഭയങ്കര സ്മെല്ലായിരിക്കും രാവിലത്തേക്കിന്. അതുകൊണ്ട് ഈ ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്നത് ഞാൻ അവിടെ ഇപ്പോൾ അത് തൂക്കി ഇട്ടേക്കുന്നില്ലേ, അത് വെള്ളം വാലായി ഇട്ടേക്കും. അത് കഴിഞ്ഞ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ കച്ചടക്കാരൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരു പീസെങ്കിലും നമ്മുടെ ഈ ഡസ്റ്റ്ബിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ഉറയൊഴിക്കാൻ പാല് കാച്ചുക. ഇത് ഇച്ചിരി പുളി ഞാൻ തിളപ്പിച്ച് വെച്ചതാണ്. അപ്പം പെട്ടെന്ന് പുളി ഇറങ്ങും മീൻ കറിക്കകത്ത്. തിളച്ചു ഇച്ചിരി കൂടെ നേരം ഒന്ന് വെള്ളം ഇച്ചിരി ഒന്ന് പറ്റട്ടെ എനിവേ. അപ്പം മീൻകറി വെക്കാനായിട്ട് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോടൊരു പ്രയർ റിക്വസ്റ്റ് ചോദിക്കുക. ഞങ്ങളുടെ ചർച്ചിലൊരു ഫാമിലിയെ സരിത എന്ന പേര്. അപ്പം പുള്ളിക്കാരിക്ക് ക്യാൻസറാണ്. അധികം പ്രായമൊന്നുമില്ല, 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇവിടെ വന്ന പുള്ളി സരിത എന്ന പേര്. അതിന് മലയാളികളല്ല, പോലീസിലാണ് ജോലി. ഇപ്പം ക്യാൻസറായി, കീമോയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്. അത് കേട്ടപ്പോൾ തൊട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമം. ഭാര്യയും ഭർത്താവുമായി ഇവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നേക്കുന്ന കുഞ്ഞുങ്ങൾ നാട്ടിൽ ആരെങ്കിലുമൊക്കെ കാണും. ഞങ്ങളും ചർച്ച് സഭയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണേ. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, ആർക്കും അങ്ങനെ അധികം പ്രായമൊന്നുമില്ല. അതൊക്കെ പുള്ളിക്കാരെ കണ്ടപ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു വിഷമം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ നടപ്പിലും എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, ഒരാപത്തും വരലേന്ന്. നമുക്കതൊക്കെ എല്ലാം ഒക്കത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു, ബിജി എത്ര മീൻകറി വെച്ചാലും അത് കാണാൻ ഇഷ്ടമാണ്. അത് കേട്ടോണ്ടേ എനിക്കൊരു സന്തോഷമായി. മീൻകറി എത്ര കണ്ടിട്ടും ബോറാകാത്തവരുണ്ടല്ലേ. അതുകൊണ്ട് പലപ്പോഴും എന്നോട് ചില കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി മീൻകറി സ്കിപ്പ് ചെയ്യല്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ മീൻകറി സ്കിപ്പ് ചെയ്യാത്തത്. അതേസമയം ഇപ്പം ഇതൊക്കെ ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ മീൻകറി വെക്കാനായിട്ട് ചട്ടി വെച്ച് ഇത്തിരി കടുകും ഇത്തിരി ഉലുവായും ഇട്ടിട്ടുണ്ട്. ഉലുവായൊക്കെ ഒരു നുള്ള് മതി കേട്ടോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട്, ഞാൻ കൊച്ചുള്ളി ചേർക്കാറില്ല. ചിലപ്പോഴെങ്ങനെ വല്ല ഈ കോട്ടേസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തെങ്ങാണേ കൊച്ചുള്ളി ചേർക്കാറുള്ളൂ. ടൊമാറ്റോയും ചേർക്കാറില്ല. കൂടുതൽ ഞാനിങ്ങനെ മീൻ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴറ്റി അതിലേക്ക് പിന്നെ കാശ്മീരി മുളക് പൊടി ഇങ്ങനെ ഒന്ന് ചാലിച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചാലിച്ച്. ഇപ്പം ഞാൻ ഇച്ചിരി എരിവ് കുറച്ചാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതിലും ചേർക്കുമായിരുന്നു. സാദാ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് സാദാ മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് എരിവിനനുസരിച്ച് സാദാ മുളക് പൊടി കുറച്ച് എരിവിന് ചേർത്തിട്ട് ബാക്കി കാശ്മീരി ചേർക്കാം. ഇങ്ങനെ കുഴച്ച് ചേർക്കുന്ന ഉടനെ പുകയത്തില്ല, കരിഞ്ഞു പോകത്തില്ല പൊടി. അങ്ങനെ അത് നന്നായി ഒന്ന് പച്ചമണം പോകുന്നിടം വരെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനവിടെ പുളി ഞാൻ ഇച്ചിരി തിളപ്പിച്ച് വെച്ചതായതുകൊണ്ട് അതിൻ്റെ പുളി പെട്ടെന്ന് ഇറങ്ങും, മീനിൻ്റെ അകത്ത് പിടിക്കും. അതുകൊണ്ടാണ് ഞാനങ്ങനെ തിളപ്പിച്ച് വെച്ചത്. ചില പുളികൾ പെട്ടെന്നങ്ങ് പുളി ഇറങ്ങും, ഇത് ഇച്ചിരി പുളി ഇറങ്ങാൻ പ്രയാസമായതുകൊണ്ടാണ് ഞാനങ്ങ് തിളപ്പിച്ചിട്ടത്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ആ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. എന്തോ ചെയ്യാനാ, ഇന്നത്തെ എൻ്റെ കറിക്ക് കറിവേപ്പിലില്ലാത്ത കറിയായിപ്പോയി. കാരണം
എത്ര ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇവർ മസാല കൊടുക്കാനായിട്ട് ആൾക്കാരിരിക്കും. അവർ പൈസ കൊടുത്താൽ ഇങ്ങനെ 5-10 രൂപ കൊടുത്താൽ അങ്ങനെ കൊടുത്താൽ കറിവേപ്പില കൊടുക്കാനില്ല. ഈ മസാല ഇപ്പം വാങ്ങിക്കുവാണെങ്കിൽ 1-2 കറിവേപ്പില അധികമാണ്, അങ്ങനെയുള്ളവരുടെ ഇടയിലേ ഉള്ളൂ. അപ്പം കറിവേപ്പില ഇല്ലാത്ത ഒരു ഇതായിപ്പോയി. അപ്പം ഞാൻ മീൻ നാണ്ട് ഇങ്ങനെ ഇത്തിരി ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്ന മസാലകൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്രാവശ്യത്തെ മീൻ വറക്കുന്നതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ ഒരു ഇച്ചിയും കൂടെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മസാല പുരട്ടി ഇതൊന്ന് വെക്കട്ടെ കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ സ്ലൈസ് ആക്കിയതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ അകമൊക്കെ മുരിയാൻ ഒത്തിരി സമയമെടുക്കും. അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം എളുപ്പം വേണമെങ്കിൽ. നമ്മുടെ അരപ്പൊക്കെ ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ മീനൂടെ പറക്കിയിട്ട് കൊടുക്കട്ടെ. അതിൻ്റെ കുഞ്ഞൊരു തലയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ മീൻകറി ഞാൻ ഒരുമിച്ചങ്ങ് വെച്ചിട്ട് ഇപ്പം 2-3 ദിവസത്തേക്ക് നമുക്കിത് കാണും. നല്ല ഞാൻ പറയില്ലേ, കഴിച്ചിട്ട് നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ പറക്കിയിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് പകുതി അടച്ച് നമുക്ക് വെച്ച് തിളപ്പിച്ചെടുക്കാം, വേവിച്ചെടുക്കാം. അപ്പം ഇവനും ഡാഡിക്കൂടെ ഇന്നലത്തെ വൈകിട്ടത്തെ ബീഫ് കറി ഇച്ചിരി ബീഫും പൊട്ടറ്റോടെ ഇട്ട കറി ഇത്തിരിയുണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു ഇവിടെ താണ്ട്. അന്നേരം അവൻ പറഞ്ഞ് ഞാൻ കണ്ടയാന്ന്. അല്ലെങ്കിൽ ഇന്നലത്തെ കൂട്ട് വല്ല കോപ്രായവും കാണിച്ചാൽ കമൻറ്റ് വന്നു കഴിഞ്ഞ ആൾക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. അതിനും പൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇടല്ലേ, ഞാൻ മമ്മിയുടെ മിണ്ടത്തില്ല അതാ ഇതാന്നൊക്കെ. ഞാനും പൈസനും കണ്ടിട്ട് എന്തോ ചിരിയായിരുന്നു. ഓ അത്ര പതിവുള്ള കാരണം കൂടെ ഉണ്ട്. മോര് ഇതിൻ്റെ അകത്ത് ഇടാനോ? ഇതിൻ്റെ ഇത്രയും വേണ്ടി കൊച്ചിനോട് ഇച്ചിരിക്കണം, ഇത്തിരി ഉണ്ട്. അവന് മോരുകറി വിട്ടുള്ളൊരു പരിപാടിയില്ല. ഇത്രയും മതിയോ? അതിൻ്റെ അകത്ത് എടാ അത് അങ്ങനെ ഇട്ട് അതിന് ടേസ്റ്റ് ഇങ്ങനെ അറിയുമെടാ. ഇതിൻ്റെ അകത്ത് കേട്ടോ, ചെറുക്കൻ്റെ കാര്യം വൃത്തികെട്ട ചെറുക്കൻ. സ്പൂൺ വേണോ? അവന് ചപ്പാത്തിയാണ് കൊടുത്തത്. അന്നേരം അവന് മോരുകറി വേണം. അപ്പോൾ അവൻ പറയും ആ മോരുകറിക്കകത്ത് ആ കറിയും കൂടെ ഇടന്ന്. എന്തോ ചെറുക്കൻ. അല്ലെങ്കിൽ രണ്ടുകൂടെ ഞാൻ പറയാം മോരുകറി വേറെ ഇത് വേറെ ആയിട്ട് തരട്ടെ, വേണ്ട രണ്ടുകൂടെ മിക്സ് ചെയ്തേക്കാൻ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം. പോൾമോൻ്റെ ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയണം? ഡാഡി താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡാഡി ഇപ്പം അങ്ങോട്ട് കിടന്നേ ഉള്ളൂ, വേണ്ട പിന്നെ കേട്ടോ. എല്ലാവരും ചോദിച്ചു ഞാൻ ഇന്ന് എന്തുവാ സ്പെഷ്യലെന്ന്. ഞങ്ങൾ ഇന്ന് വെളിയിൽ പോവാം ഫുഡ് കഴിക്കാൻ ചേഞ്ചിന്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ നന്നായി വറ്റി ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. 3 മീൻ വറുത്തെടുത്തു, ബാക്കിയും കൂടെ ഞാൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.